PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കാം, 12ാമത്തെ ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വാർത്ത, പത്രത്തിൻ്റെ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? മൂന്നാർ കഴിഞ്ഞ 50 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന താപനില മൂന്നാറിൽ രേഖപ്പെടുത്തി. പൊന്മുടി താഴ്വരയിൽ കനത്ത മൂടൽമഞ്ഞ്. പാലക്കാട് വേനൽ ചൂട് 4 പേർക്ക് സൂര്യാഘാതമേറ്റു. ആലപ്പുഴ കനത്ത മഴ, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നെടുമ്പാശ്ശേരി കനത്ത മഴയെ തുടർന്ന് വിമാനത്താവളം 2 ദിവസത്തേക്ക് അടച്ചിട്ടു. തിരുവനന്തപുരം പടിഞ്ഞാറൻ തീരത്തേക്ക് കാറ്റ് ശക്തമാവും. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കുക. അപ്പോൾ ഈ വാർത്ത എന്തിനെക്കുറിച്ചാണ്? അന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, അല്ലെ? ഇങ്ങനെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. ചിലയിടത്ത് മഴ, ചിലയിടത്ത് എന്താണ് വേനൽ, അല്ലെ? ചിലയിടത്ത് മഞ്ഞ് മൂടി കിടക്കുന്നു. അപ്പം അങ്ങനെ പലതരത്തിലുള്ള കാലാവസ്ഥകൾ. അപ്പം ഇത് അന്തരീക്ഷ സ്ഥിതിയിലുള്ള മാറ്റങ്ങളാണ് ഇതിന് കാരണം. അന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കുക, ആദ്യം തന്നെ സൂര്യനെ കുറിച്ചാണ്. ഊർജദാതാവ് സൂര്യൻ. ഓക്കെ, ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്, അല്ലെ? നമുക്കറിയാം, ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഊർജം മുഴുവൻ പ്രദാനം ചെയ്യുന്നത് ആരാണ്? സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നു, അല്ലെ? സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായിട്ടാണ് ഭൂമിയിൽ എത്തുന്നത്. ഇതിനെ സൗരതാപനം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻസുലേഷൻ അല്ലെങ്കിൽ സൗരതാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നതിനെയാണ് സൗരതാപനം എന്ന് പറയുന്നത്. പകൽ സമയത്ത് സൗരതാപനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലം ചൂടുപിടിക്കുന്നു. ചൂടുപിടിച്ച ഭൗമോപരിതലത്തിൽ നിന്നും വിവിധ പ്രക്രിയകളിലൂടെ താപം എങ്ങോട്ടെത്തുന്നു? അന്തരീക്ഷത്തിലോട്ട് വ്യാപിക്കുന്നു. ഇത് ഭൗമോപരിതലം തണുക്കുന്നതിന് ഇടയാക്കുന്നു. എന്നാൽ അന്തരീക്ഷത്തിലെ മേഘങ്ങളും കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളും ഭൂമിയിൽ നിന്നുള്ള താപത്തെ ആഗിരണം ചെയ്യുന്നു. ഇപ്രകാരം ജീവന്റെ നിലനിൽപ്പിന് സഹായകമായ വിധത്തിൽ അന്തരീക്ഷ താപം നിലനിൽക്കുന്നു. ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും സൗരോർജം ഒരേ അളവിലല്ല ലഭിക്കുന്നത്. നമുക്കറിയുന്നതാണ്, അല്ലേ? ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഒരേപോലെയാണോ ലഭിക്കുന്നത് സൗരോർജം? അല്ല. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ഇവിടം താപം കൂടുതലാണ്. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശം എവിടെയാണെന്ന് അറിയാലോ? ഇത് എവിടെ കൊടുത്തിട്ടുണ്ട്? ഭൂമിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം, ഭൂമധ്യരേഖ, അല്ലെ? 0 ഡിഗ്രി. ദെൻ ഉത്തരായന രേഖ, ആർട്ടിക് വൃത്തം, ദക്ഷിണായന രേഖ, അന്റാർട്ടിക് വൃത്തം എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ എങ്ങനെയാണ് പതിക്കുന്നത്? ലംബമായിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ താപം കൂടുതലാണ്. ധ്രുവങ്ങളിലോട്ട് അടുക്കുന്തോറും സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്നത് കൊണ്ട് തന്നെ താപം എന്താണ്? ക്രമേണ കുറഞ്ഞു വരുന്നു. അതിനാൽ ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശത്തിന് അനുസൃതമായാണ്
ഭൂമിയിലെ താപലഭ്യത. ഓക്കെ, ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശത്തിന് അനുസൃതമായിട്ടാണ് ഭൂമിയിലെ താപലഭ്യത. അക്ഷാംശം എന്താണ്, രേഖാംശം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ ചാപ്റ്ററിൽ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അക്ഷാംശത്തിന് അനുസൃതമായിട്ടാണ് ഭൂമിയിലെ താപലഭ്യത എന്ന് പറയുന്നത്. കൂടാതെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം തുടങ്ങിയ ഘടകങ്ങൾ താപവ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും സമുദ്ര സാമീപ്യവും താപവ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ താപം ക്രമേണ കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് അന്തരീക്ഷ താപം എങ്ങനെയാണ്, ക്രമേണ കുറഞ്ഞു വരുന്നു. മൂന്നാർ, വയനാട് തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നും മുകളിലോട്ട് വരുന്നതോടും എന്താണ്, അന്തരീക്ഷ താപം കുറയുകയാണ് ചെയ്യുന്നത്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കാലങ്ങളിൽ തിരിച്ചും വീശുന്ന കാറ്റുകൾ തീരപ്രദേശങ്ങളിലെ താപനിലയെ നിയന്ത്രിക്കുന്നു. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കാലങ്ങളിൽ തിരിച്ചും, ഓക്കെ, കരയിൽ നിന്ന് കടലിലോട്ടും വീശുന്ന കാറ്റുകൾ താപനിലയെ, തീരപ്രദേശങ്ങളിലെ താപനിലയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇവിടെ കോളം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിച്ചില്ല അല്ലേ. അപ്പോൾ നോക്കുക, കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും. സൂര്യോദയത്തിന് തൊട്ടു മുൻപ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില. സൂര്യോദയത്തിന് തൊട്ടു മുൻപുള്ള താപനില, അതാണ് കുറഞ്ഞ താപനില അല്ലേ. കാലത്ത് നേരത്തെ പുലർച്ചെയുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില. കാലാവസ്ഥാ നിരീക്ഷകർ പരിഗണിക്കുന്നു ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനില അല്ലെ. നമുക്ക് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷമുള്ള ചൂടാണ് സഹിക്കാൻ പറ്റാതിരിക്കുക, അപ്പോൾ അതാണ് ഏറ്റവും കൂടിയ താപനില, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി സൗരോർജം ഇടതടവില്ലാതെ ഭൂമിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഉഷ്ണമേഖലാ രാജ്യമായ ഇന്ത്യയിൽ ഈ പാരമ്പര്യേതര ഊർജ്ജത്തിന്റെ ഉപയോഗ സാധ്യത ഏറെയാണ്. സോളാർ പാനലുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ വ്യാപകമാക്കുന്നതോടുകൂടി നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഏറെ ആശ്വാസമാകും. ഓക്കെ, സോളാർ പാനൽ അതൊന്ന് ഓർത്തിരുന്നേക്കണേ. ഇനി അടുത്തത്, താപം അളക്കുന്നത് എങ്ങനെ? അന്തരീക്ഷ താപം അളക്കുന്നത് ഉഷ്ണമാപിനി എന്ന ഉപകരണത്തിന്റെ സഹായത്താലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷ താപം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഉഷ്ണമാപിനി, തെർമോമീറ്റർ. ഉഷ്ണമാപിനി ഉപയോഗിച്ചിട്ടാണ് അന്തരീക്ഷ താപം അളക്കുന്നത്. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകങ്ങളിലാണ് രൂപപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ തെർമോമീറ്ററിൽ ഉപയോഗിച്ചിട്ടാണ്, തെർമോമീറ്റർ അല്ലെങ്കിൽ ഉഷ്ണമാപിനി ഉപയോഗിച്ചിട്ടാണ് അന്തരീക്ഷ താപം അളക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നിവയാണ്. ഓക്കെ, ഇനി ഓരോ പ്രദേശത്തെയും താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നോക്കുക, താപവും വായുവിൻ്റെ ചലനവും. എല്ലാ പദാർത്ഥങ്ങൾക്കും ഭാരമുള്ളതുപോലെ വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫറിക് പ്രഷർ. ഓക്കെ, എല്ലാ പദാർത്ഥങ്ങൾക്കും എന്തുണ്ട്? ഭാരമുണ്ട്. അതുപോലെ തന്നെ വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്. അതിനെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് മർദ്ദമാപിനി. ഓക്കെ, ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ, മർദ്ദമാപിനി എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ബാരോമീറ്റർ. ഹെക്ടോ പാസ്കൽ, മില്ലിബാർ എന്നീ ഏകകങ്ങളിലാണ് മർദ്ദം രേഖപ്പെടുത്തുന്നത്. ഓക്കെ, മർദ്ദം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്തൊക്കെയാണ്? ഹെക്ടോ പാസ്കൽ, മില്ലിബാർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കി വയ്ക്കുക. വായു ചലിക്കുമ്പോഴാണ് അതിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നത് അല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിൽ വായുവിൻ്റെ ചലനം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലോട്ട് ഉയരുകയും ചെയ്യുന്നു. ഓക്കെ, സൂര്യതാപം കൊണ്ട് ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നു? ചൂട് കൂടുമ്പോൾ വായു വികസിക്കുന്നു, അപ്പോൾ സാന്ദ്രത കുറഞ്ഞ് മുകളിലോട്ട് ഉയരുന്നു. ഇത്തരത്തിലുള്ള വായുവിൻ്റെ ചലനത്തെ വായു പ്രവാഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്, എയർ കറൻസ്. ഓക്കെ, സൂര്യതാപത്താൽ ചൂട് പിടിക്കുമ്പോൾ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലോട്ട് ഉയരുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വായുവിൻ്റെ ചലനത്തിനെയാണ് വായു പ്രവാഹം അല്ലെങ്കിൽ എയർ കറൻസ് എന്ന് പറയുന്നത്. വായുവിൻ്റെ സാന്ദ്രത കുറയുന്നത് മൂലം അവിടെ വായുമർദ്ദം കുറയുന്നു. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു ചലിക്കുന്നു. വായുവിൻ്റെ ഇത്തരത്തിലുള്ള ചലനമാണ് കാറ്റ്. അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? വായുമർദ്ദം. ഓക്കെ, മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലോട്ട് വായു ചലിക്കുന്നു. അതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലോട്ടാണ് എന്ത്? വായു സഞ്ചരിക്കുന്നത്. അതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വായുവിൻ്റെ
ഓക്കെ, മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിൻ്റെ ചലനമാണ് കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിലൊക്കെ നമുക്കിത് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് സുഖം പകരുന്ന ഇളം കാറ്റുകൾ മുതൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെ ഭൂമിയിൽ അനുഭവപ്പെടാറുണ്ട്. ഇനി കാറ്റാടി യന്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശക്തിയായും തുടർച്ചയായും കാറ്റുവീശുന്ന പ്രദേശങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് ആശ്വാസമാകും. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജ്ജോൽപാദനം നടത്തുന്നുണ്ട്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. ഓക്കെ, കാറ്റിന്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? അനിമോമീറ്റർ ആണ്. കാറ്റിന്റെ ദിശ അറിയുന്നത് വിൻഡ് വെയിൻ എന്ന ഉപകരണത്തിന്റെ സഹായത്തിലാണ്. കാറ്റിന്റെ ദിശ അറിയാൻ സഹായിക്കുന്നത് എന്താണ്? വിൻഡ് വെയിൻ ആണ്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ അറിയുന്നത് വിൻഡ് വെയിൻ എന്ന് പറയുന്ന ഉപകരണത്തിന്റെ സഹായത്താലാണ്. അടുത്തത് താപവും അന്തരീക്ഷത്തിലെ ജലവും. നോക്കുക, ജലം ചൂടാകുമ്പോൾ അത് നീരാവിയായി ഉയർന്നു പൊങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിലെ ജലം ചൂടുപിടിച്ച നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. ഓക്കെ, എന്താണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. ആർദ്രത അളക്കുന്നതിന് ആർദ്രതാമാപിനി ഹൈഗ്രോമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തെയാണ് നമ്മൾ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യതയാണ്. ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ആർദ്രതാമാപിനിയാണ്, ഹൈഗ്രോമീറ്റർ ആണ്. നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന ജലത്തിന് തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കുക, ഒരു കപ്പിൽ നിറയെ ഐസ് കഷ്ണങ്ങൾ നിക്ഷേപിക്കുക. കപ്പിന് പുറത്ത് നേർത്ത ജലകണികകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? കപ്പ് കൂടുതൽ തണുക്കും തോറും ഈ ജലകണികളുടെ വലിപ്പം കൂടി വരികയും അത് ഒലിച്ചിറങ്ങാൻ തുടങ്ങുകയും ചെയ്യും. ഈ ജലകണികകൾ എവിടെ നിന്നാണ് വന്നത്? അപ്പം നമുക്കറിയാം, അന്തരീക്ഷ വായുവിൽ എന്തുണ്ട്? നീരാവിയുണ്ട് അല്ലേ? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിൽ തണുത്തുറഞ്ഞ പ്രതലത്തിൽ തട്ടി തണുക്കുമ്പോൾ അത് ജലകണികകളായി മാറി അവിടെ പറ്റിപ്പിടിക്കുന്നു. നീരാവി തണുത്ത് ജലമായി മാറുന്ന ഈ പ്രക്രിയയാണ് ഘനീകരണം എന്ന് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം അഥവാ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായിട്ട് മാറുന്നു. ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി എന്ത് ചെയ്യുന്നു? ഘനീഭവിച്ച്, അതായത് തണുത്തുറഞ്ഞ് ജലമായി മാറുന്ന പ്രോസസ്സാണ് ഘനീകരണം അല്ലെ? അപ്പൊ ഘനീഭവിച്ച് നേർത്ത ജലകണികകളായിട്ട് മാറുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു. ഓക്കെ, ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഘനീകരണം എന്താണ്? വളരെ സ്പീഡിൽ നടക്കുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ, എയറോസോൾസിനെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുന്നു. ഓക്കെ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുന്നു. ഈ ജലകണികൾ കൂടിച്ചേർന്നാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, മേഘങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി, ഓക്കെ, അത് തണുത്തുറഞ്ഞ് ജലമായി മാറുന്ന പ്രോസസ്സാണ് ഘനീകരണം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഘനീഭവിച്ച നേർത്ത ജലകണികളായിട്ട് മാറുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഘനീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുന്നു. ഈ ജലകണികൾ കൂടിച്ചേർന്നാണ് എന്ത്? മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇനി അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിക്കുന്നതിലൂടെ മേഘങ്ങൾ മാത്രമല്ല രൂപപ്പെടുന്നത്, മൂടൽമഞ്ഞ്, തുഷാരം തുടങ്ങിയവ ഘനീകരണത്തിന്റെ മറ്റ് രൂപങ്ങളാണ്. ഓക്കെ, മൂടൽമഞ്ഞ്, തുഷാരം തുടങ്ങിയവ ഘനീകരണത്തിന്റെ മറ്റ് രൂപങ്ങളാണ്. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേർത്ത ജലകണികൾ തങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? താഴ്വരയിലും ജലാശയങ്ങൾക്കൊക്കെ. അപ്പോൾ ഘനീകരണത്തിന്റെ ഈ രൂപത്തെയാണ് മൂടൽമഞ്ഞ് എന്ന് വിളിക്കുന്നത്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണോ മൂടൽമഞ്ഞ് എന്ന് പറയുന്നത്, ഫോഗ് എന്ന് പറയുന്നത്. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും ജലകണികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നില്ലേ? ഇതാണ് തുഷാരം അല്ലെങ്കിൽ ഡ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഡ്യൂ ഡ്രോപ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ താഴ്വരകളിലും ജലാശയങ്ങളിലും
മുകളിലും പുക പോലുള്ള നേർത്ത ജലകണികൾ കാണുന്നതിനാണ് ഫോഗ് അല്ലെങ്കിൽ മൂടൽമഞ്ഞ് എന്ന് പറയുന്നത്. തണുത്ത പ്രഭാതങ്ങളിൽ പുൽനാമകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും ജലകണികകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെയാണ് ഡ്യൂ എന്ന് പറയുന്നത്, തുഷാരം എന്ന് പറയുന്നത്. ഇനി ഐസ് കഷ്ണങ്ങൾ നിക്ഷേപിച്ച കപ്പിന് പുറത്തെ ജലകണികളുടെ വലുപ്പം വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കൂടുതൽ ഘനീഭവിക്കുന്നതിലൂടെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുന്നതിനാലാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അവ താഴേക്ക് നീങ്ങുന്നത്. ഇതുപോലെ മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. മേഘങ്ങളിലെ എന്ത് ചെയ്യുന്നു, ജലകണികകൾ ഭാരം കൂടി അത് താങ്ങാനാവാതെ ആവുമ്പോൾ അത് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ന് പറയുന്നത് വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസങ്ങൾ വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾക്ക് കാരണമാകുന്നു. അപ്പം അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസങ്ങൾ കാരണമാണ് ഈ വർഷണം ഏതൊക്കെ രൂപത്തിൽ, മഴയായും മഞ്ഞായും ആലിപ്പഴമായിട്ടും ഒക്കെ നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം മഴ എന്ന് പറയുമ്പോൾ ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് അല്ലെ, ജലത്തിന്റെ രൂപത്തിലാണ്, ജലകണികകളായി വീഴുന്നതാണ് മഴ. മഞ്ഞു വീഴ്ച എന്ന് പറയുമ്പോൾ നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ്. ആലിപ്പഴം എന്ന് പറയുമ്പോൾ മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ്. കട്ടയായിട്ട് നമ്മൾ ആലിപ്പഴം വീഴുന്ന പെറുക്കുകയൊക്കെ ചെയ്യും അല്ലെ. അപ്പം അതാണ് ഇന്ന് ഈ അന്തരീക്ഷ താപനിലയുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ആ ജലകണികകളുടെ ആകൃതി, വലിപ്പം, ഭാരമൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ടാണ് മഴയായും മഞ്ഞായും ആലിപ്പഴമായും വീഴുന്നത്. ഇനി മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴമാപിനി അല്ലെങ്കിൽ റെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, മഴമാപിനി ഉപയോഗിച്ചിട്ടാണ് മഴ അളക്കുന്നത്. സെന്റിമീറ്റർ, ഇഞ്ച് എന്നീ യൂണിറ്റുകളിലാണ് മഴ രേഖപ്പെടുത്തുന്നത്. മഴ രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? സെന്റിമീറ്റർ, ഇഞ്ച്. മർദ്ദവ്യത്യാസങ്ങൾ, കാറ്റുകൾ, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണമാകുന്നത് സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളാണ്. അടുത്തത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി, വെതർ എന്ന് പറയുന്നത്, കാലാവസ്ഥ അല്ലെ. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി, വെതർ എന്ന് പറയുന്നത്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയെ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നു. ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഭൂമിയിലെ ചില മനുഷ്യപ്രവർത്തനങ്ങൾ കാലാവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ശരാശരി താപവർദ്ധനവിന് കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം ഇത് ഒരളവ് വരെ പരിഹാരമാണ്. ഇനി അന്തരീക്ഷ താപവർദ്ധനവിന് കാരണമാകുന്ന വാതകങ്ങളുടെ സ്രോതസ്സുകളെ പറ്റി സൂചനകൾ നൽകുന്ന ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്തരീക്ഷ താപവർദ്ധനവിന് കാരണമാകുന്ന സ്രോതസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഫാക്ടറികളിൽ നിന്നുള്ള പുക അല്ലെ. അപ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. കാലാവസ്ഥാ മാറ്റങ്ങളുടെ ഫലമായി പല ജന്തുവർഗ്ഗങ്ങളും വംശനാശം വന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാനവരാശിക്കും ഈ ദുർവിധി ഉണ്ടാകാതിരിക്കുന്നതിന് അന്തരീക്ഷത്തിന്റെ ലോല സന്തുലനം കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപവ്യത്യാസം, ദിനാന്തരീക്ഷം, കാലാവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മഴ അല്ലെ, മഞ്ഞ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാലാവസ്ഥ എങ്ങനെയാണ് മാറി വരുന്നത്, സൗരോർജ്ജം എങ്ങനെയാണ് അതിൽ കാരണമാകുന്നത്, ഏതൊക്കെ ഘടകങ്ങളാണ് അതിനെല്ലാം സ്വാധീനിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്.